എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രേണുസുതിയാണ് കണ്ടന്റ്. രേണുസുതിയുടെ കണ്ടന്റ് അങ്ങനെ പൊതുവേ എടുക്കുന്നില്ല. ഇന്നലെ ഇപ്പൊ കിച്ചു ഒക്കെ പറഞ്ഞതൊന്നും എല്ലാവരും എടുത്തിട്ട് ഞാൻ എടുത്തില്ല. രേണുസുതി ചോദിക്കുന്ന പോലെ നിങ്ങൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ കണ്ടന്റ് എന്ന് ചോദിക്കുന്ന പോലെ ആക്കണ്ടല്ലോ എന്നോർത്ത് വേറെ എന്തെങ്കിലുമൊക്കെ വിഷയം ഞാൻ എടുത്തു പോകുന്നത്. അപ്പോൾ ഇന്ന് പക്ഷെ ഇപ്പൊ കരഞ്ഞു കൂവി ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. അയ്യോ ഇങ്ങനെ പോയി നിങ്ങൾ എന്നെ ഇതുപോലെ അറ്റാക്ക് ചെയ്താൽ ഞാൻ അങ്ങ് ജീവിതം ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞ് വളരെയധികം കരഞ്ഞു കൂവിയിട്ടുണ്ട്. പക്ഷെ ആ കരച്ചിൽ കാണുമ്പോൾ പൊതുവെ ജനങ്ങൾക്കൊന്നും ഒരു സഹതാപം ഇല്ല. അങ്ങനെ സഹതാപം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയ പോലെ കുറച്ചു പേർക്ക് ഇപ്പോഴും ഇഷ്ടമുണ്ട് ജീവിക്കാൻ വേണ്ടി പോരാടുക, ധീര വനിതയായിട്ട് പോരാടുക, നീ നിന്റെ കാര്യം നോക്കി ജീവിക്കുക എന്നും പറഞ്ഞ് കമന്റ് ഇട്ട് സപ്പോർട്ട് ഫുള്ളായിട്ട് കൊടുക്കുന്നവരുണ്ട്. അതല്ലാതെ നീ ചാവടി ചാവടി എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നവരുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇതിന്റെയൊക്കെ സ്റ്റാർട്ടിങ് ഓർക്കുന്നുണ്ടോ? ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയപ്പം ആദ്യമായിട്ട് ഇൻസ്റ്റയില് ഒരു പയ്യനുമായിട്ടൊരു ആൽബത്തിൽ അഭിനയിച്ചിട്ട് കല്യാണത്തിന്റെ എന്തോ ഇട്ടിട്ട് ആദ്യം ഇങ്ങനെ ജനങ്ങളെ അങ്ങ് തെറ്റിദ്ധരിപ്പിച്ചു. ഒരു പയ്യനെ കല്യാണം കഴിച്ചു എന്നുള്ള ഒരു രീതിക്ക് ഒരു ഫോട്ടോയും ഇട്ട് ഒരു വീഡിയോയും ഒക്കെ ഇട്ട് ഇങ്ങനെ വന്നു. അത് വെറും ആൽബം എന്നുള്ള പിന്നെ 2 ദിവസം കഴിഞ്ഞ പുള്ളിക്കാരത്തി പറയുള്ളൂ. ആദ്യം ഇങ്ങനെ ഇട്ട് അപ്പൊ കാണുമ്പോൾ എല്ലാവരും രേണുസുതിയുടെ കല്യാണം കഴിഞ്ഞു എന്ന് ചോദിച്ചു. അവിടെ തൊട്ട് പുള്ളിക്കാരത്തി ശ്രദ്ധിച്ചു പോകുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ നെഗറ്റീവ് കണ്ടന്റ് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചർച്ചയാവുക, ട്രെൻഡിങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി പോസിറ്റീവ് തന്നെ വേണമെന്നില്ല. ഈ പോസിറ്റീവിലേക്ക് പോക്ക് അത്ര എളുപ്പമല്ല. പുള്ളിക്കാരത്തിയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചിന്തിച്ച് വരുമ്പോഴത്തേക്കിന് അത് വെച്ച് ആരോ ഉപദേശം കൊടുത്തത് നെഗറ്റീവ് ആണെങ്കിലും ട്രെൻഡിങ് നിന്നാൽ മതി എന്നുള്ള ആ ട്രെൻഡിങ് നിന്നതിന്റെ ഗുണമാണ് ബിഗ് ബോസിലൊക്കെ പോയത്. അതെല്ലാം ഗുണമായിട്ട് പോയി. പക്ഷെ എല്ലാ കാര്യത്തിനും ഒരു സൈഡും മറു സൈഡും ഉണ്ടെന്ന് ആലോചിക്കുക. ആ ട്രെൻഡിങ്ങിലൊക്കെ നിൽക്കാനും പേരെടുക്കാനും ഇനാഗ്രേഷൻ കിട്ടാനും പൈസ ഉണ്ടാക്കാനും ഇതെല്ലാം സാധിക്കും. എല്ലാം സാധിച്ചു. എങ്ങനെയാണേലും ഉദ്ഘാടനത്തിനും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വിളിക്കുന്നില്ലേ. ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ, പൈസയൊക്കെ കിട്ടുന്നുണ്ട്. അതൊരു പോസിറ്റീവ് സൈഡ്. ഇതിന്റെ ഒരു നെഗറ്റീവ് സൈഡാണ് ഈ കമന്റോളികളുടെ തെറിവിളിയും ഈ റിയാക്ഷൻ ചാനലുകൾ വീഡിയോ ഇടുന്നതും. ഇപ്പൊ പുതിയ കുഞ്ഞു ഒത്തിരി ചാനലുകൾ പൊട്ടിമുളച്ചിട്ട് അവർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ രേണുസുതിയെ എടുത്ത് റിയാക്ഷൻ എടുക്കും. രേണുസുതിയെ വായി തോന്നി തെറി മുഴുവൻ പറയും. അപ്പൊ അവരുടെ വീഡിയോ വൈറലാകും. അതിന്റെ കാര്യം എന്താ വെച്ചാൽ രേണുസുതിയെ തെറി പറയാനും തെറി കേൾക്കാനും തെറി പറയുന്ന കേട്ട് ആസ്വദിക്കാനും ഒക്കെ ജനങ്ങളുണ്ട്. അപ്പൊ അവർക്ക് അത് മനസ്സിലായി അവർ ചാനൽ വളർത്തുന്നുണ്ട്, അവർക്ക് പൈസ കിട്ടാൻ വേണ്ടി. ഇത് ആര് ചെയ്യിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇത് രേണുസുതി ചെയ്യിച്ചെന്നേ ഞാൻ പറയുള്ളൂ. കണ്ടന്റ് കഴിഞ്ഞ ദിവസത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാല് രേണുസുതി ബിഗ് ബോസിൽ പോയ സമയത്ത് ഹനാൻ പറഞ്ഞാണ് ഒരു ഗർഭക്കഥ, ഒരു അവിഹിത ഗർഭത്തിന്റെ കഥ ഇങ്ങനെ ഉണ്ടാക്കി വിട്ടു. പുള്ളിക്കാരത്തി ബിഗ് ബോസിൽ നിന്ന് വന്നിട്ടൊന്നും അത് വലിയ മൈൻഡ് ചെയ്യാതെ അവിടെ ഇവിടെയൊക്കെ തൊട്ടൊന്നോ രണ്ടോ വലിയ കൂടുതൽ മറുപടിയൊന്നും പറഞ്ഞില്ല. ഈ കഴിഞ്ഞ ആഴ്ച രേണുസുതിയെ പറ്റിയുള്ള ചർച്ചയൊന്നും ഇല്ല എന്ന് തോന്നിയ നിമിഷം ഒരു കാര്യമില്ലാതെ ഹനാനെ പറഞ്ഞൊരു വീഡിയോ കിട്ടും. ഉടനെ തന്നെ ലോകത്തുള്ള എല്ലാ വ്ളോഗേഴ്സും എടുത്ത് ഹനാന്റെ ഇതും ഡോക്ടറെ തേടിപ്പോകുന്നു, ഹോസ്പിറ്റലിൽ തേടിപ്പോകുന്നു, എല്ലാം തേടിപ്പോകുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് അവിഹിത ഗർഭത്തിന്റെ ഉത്തരവാദി എവിടെ ഹോസ്പിറ്റലിൽ പോയി, ഏത് ഹോസ്പിറ്റലിൽ പോയി അബോർഷൻ നിർത്തി, അങ്ങനെ പിന്നെ CBI അന്വേഷണമാണ് വ്ളോഗേഴ്സിന്റെ പരിപാടി. പിന്നെ അങ്ങനെ അപ്പം ഒന്ന് ആലോചിച്ചേ, ചർച്ച ഒരല്പം അങ്ങുന്ന കണ്ട അപ്പൊ തന്നെ അതിനുള്ള കാരണം രേണുസുതി അടുത്ത സബ്ജക്ട് എടുത്തിട്ട് കൊടുത്ത് രേണുസുതി തന്നെ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ ഇന്നിപ്പോ ഈ കരയുന്നതിന്റെ കാര്യം എനിക്ക് തോന്നുന്നില്ല വ്ളോഗേഴ്സ് നെഗറ്റീവ് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടാണ്. അല്ല, കിച്ചു ഇന്നലെ പറഞ്ഞു വിട്ടു. ഞാൻ ആ വീഡിയോ ചെയ്തിട്ടില്ല. എന്നാലും കിച്ചു പറഞ്ഞു വിട്ടതിൽ നിന്ന് ഉണ്ടായ ഒരു കരച്ചിലായിട്ട് എനിക്ക് തോന്നുള്ളൂ. ഫേസ്ബുക്കും ഇൻസ്റ്റയും, ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ഈ കണ്ടന്റോളികൾക്ക് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. വേറെ ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. എന്നെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം ഞാൻ എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ വന്നിട്ട് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു കണ്ടന്റാണ് രേണുസുതി. ഇവരൊക്കെ എന്തിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം. പക്ഷെ ഇതിപ്പോൾ ആഘോഷിക്കാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും ഇഷ്ടം പോലെ. അവള് കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി, അവള് മുതലക്കരച്ചിലുമായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? കാരണം ഇത് കേൾക്കാതിൻ്റെ അപ്പുറം ഞാൻ കേട്ട്. പക്ഷെ ചില കാര്യങ്ങൾ എന്നെ ബാക്കിലോട്ട് നിർത്തുവാണ്, ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കും, മനസ്സിലായോ? പക്ഷെ എനിക്കറിയില്ല, ഇത് ഈ നിരന്തരം ഈ നെഗറ്റീവ് ഓളുകളുടെ ഇതെനിക്ക് സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും.
നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പരത്തെറി വിളിക്കുന്നത് എനിക്കറിയത്തില്ല. അപ്പൊ അത് ഇങ്ങനെയൊക്കെ നിങ്ങൾ തുടങ്ങിയാൽ ഞാൻ ചില കടുത്ത തീരുമാനങ്ങളൊക്കെ എടുത്ത് ജീവിതമൊക്കെ വേണ്ടെന്ന് വെക്കും എന്നുള്ള രീതി പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ, കാരണം യൂട്യൂബ് പോളിസി അതിന് സമ്മതിക്കില്ല, അതുകൊണ്ടാണ്. പക്ഷേ എങ്കിൽ ഇപ്പം ഞാൻ പറയുന്നു, ഈ കരച്ചിൽ കരഞ്ഞത് ഒരിക്കലും ആൾക്കാർ യൂട്യൂബേഴ്സ് നെഗറ്റീവ് പറഞ്ഞതുകൊണ്ടോ നിങ്ങളാരെങ്കിലും നെഗറ്റീവ് കമന്റ് ഇട്ടതുകൊണ്ടോ ഒന്നുമല്ല. ഇതിപ്പോൾ ആത്മാർത്ഥമായ കരച്ചിലാണ് വന്നിരിക്കുന്നത്, അഭിനയമല്ല. ഈ കരച്ചിലിന്റെ പിന്നിലത്തെ ആൾ കിച്ചുവാണ്. കിച്ചു ഇട്ട വ്ളോഗാണ് ഇതിന്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതല്ലാതെ നമ്മൾ ഒരു സൈഡിൽ ചിന്തിക്കും, ഞാനിപ്പോൾ ഈ പറഞ്ഞോളെ തന്നെ നെഗറ്റീവ് കണ്ടന്റ് ഇട്ട് കൊടുത്ത് യൂട്യൂബിലോ അല്ലെ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിട്ട് നിൽക്കാൻ വേണ്ടി നെഗറ്റീവ് കണ്ടന്റ് ഇട്ട് കൊടുത്ത ഒരു വ്യക്തി ആലോചിക്കണം. ഹൈ ലെവലിൽ പോയി നല്ല റീച്ച് കിട്ടുമ്പോൾ അതിന്റെ ഒരു മറുസൈഡ് ഉണ്ട്. നമുക്ക് വേദന വരുന്ന പോലത്തെ വാക്കുകളൊക്കെ ആൾക്കാർ പറഞ്ഞെന്നിരിക്കും. ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം രേണുസുതി കൊണ്ട് കേസൊക്കെ കൊടുത്തതൊക്കെയാണ്, പക്ഷെ നടന്നില്ല. ഇപ്പൊ വേറൊരു പെൺകുട്ടി സീറ്റി വന്ന് രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രേണുസുതി ആണെങ്കിലും അത് മറ്റുള്ള ഏതൊരു സ്ത്രീ ആണെങ്കിലും അവരിപ്പോ ഇത്രത്തോളം വളർന്നു അല്ലെങ്കിൽ മുന്നോട്ട് വന്നു, അല്ലെങ്കിൽ അവരുടെ കഠിനാധ്വാനം കൊണ്ട് അവര് ഒരുപാട് മേഖലകളിലേക്ക്, വിവിധ മേഖലകളിൽ അഭിനയമായിക്കോട്ടെ, റിയാലിറ്റി ഷോ ആയിക്കോട്ടെ, സ്റ്റേജ് പ്രോഗ്രാം ആയിക്കോട്ടെ, അവരുടെ ഓരോരുടെ കഴിവുകൾ കൊണ്ട് അവർ മുന്നോട്ട് വന്നു. എനിക്ക് തോന്നുന്നു എന്നെ പോലെ തന്നെ ഒരു ഫീനിക്സ് ബേർഡ് പോലെയാണ് ആ വ്യക്തി. സത്യം പറഞ്ഞ രേണു വളരെ അടുത്ത സുഹൃത്താണ്. രേണുവിന് എന്താ പറയാ, ഇത്തരത്തിലുള്ള വിഷമഘട്ടങ്ങളെല്ലാം മറികടക്കുവാനുള്ള ഒരു ധൈര്യം ദൈവം കൊടുക്കട്ടെ, അല്ലെങ്കിൽ മെന്റൽ ട്രോമയിലൂടെ കടന്നു പോകുന്ന രേണുവിന് എല്ലാവിധ നന്മ ഉണ്ടാവട്ടെ എന്നാണ് പറയുന്നത്. ബിക്കോസ് ഏതൊരു വ്യക്തിയും ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ അവർ നെട്ടോട്ട് ഓടുന്നത്. നമ്മൾ 1 രൂപ കൊടുത്ത് ഇവരാരും സഹായിക്കുന്നില്ല. അപ്പോൾ എനിക്കടക്കം ബോഡി ഷെയ്മിങ്ങും ജെൻഡർ അധിക്ഷേപവും ഒക്കെ നേരിട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പൊ ഈ വ്യക്തിക്കടക്കം ഈ സൈബർ ബുള്ളിംഗ് അറ്റാക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ അത് എത്രത്തോളം മനുഷ്യരെ വേദനിപ്പിക്കും, എത്രത്തോളം വിഷമപ്പെടുത്തും, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ എല്ലാ ഘടകങ്ങളിലും അതിനെ ബാധിക്കും. ഡേ ടു ഡേ ലൈഫിലാണെങ്കിലും, അതുപോലെ അവരുടെ കുടുംബത്തിലാണെങ്കിലും, അവരുടെ സൊസൈറ്റിയിലാണെങ്കിലും ഒക്കെ. പക്ഷെ ഇത് നിങ്ങളിപ്പോൾ ചോദിക്കുന്നതെല്ലാം സ്വയം വരുത്തി വെച്ചല്ലേന്ന്. പക്ഷെ അവരവരുടെ ജീവിതം കൊണ്ട് പലയിടത്തും ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കി. അതിന് നമ്മളെല്ലാം കുറ്റം കണ്ടുപിടിച്ച് അവരെ ഇങ്ങനെ വധിക്കാൻ നിന്ന് നമ്മൾ ആർക്കും റൈറ്റ്സ് ഇല്ല. നമ്മൾ ഒരാളെയും ക്രൂശിക്കേണ്ട, നമ്മൾ ഒരാളും അങ്ങനെ ആരെയും ക്രൂശിക്കാനുള്ള റൈറ്റ്സ് നമുക്ക് ഒരു ഭരണാധികാരികളും നമുക്ക് തന്നിട്ടില്ല. അവരവരുടെ ഹാപ്പിനെസ്സിന് പോട്ടെ മുമ്പോട്ട്. കിച്ചു ഇന്നലെ എന്തൊക്കെയോ പറഞ്ഞു. കിച്ചു വന്നിട്ട് അതൊക്കെ എഡിറ്റ് ചെയ്ത് തലയും വാലും ഇല്ലാതാക്കിയൊക്കെ വിട്ടിട്ടുണ്ട്. പക്ഷെ ബുദ്ധിമാന്മാരായ വ്ളോഗേഴ്സ് അതിന് പല അർത്ഥങ്ങളും ഇതൊക്കെ യാഗറിനും അർത്ഥമൊക്കെ ശരിയാക്കി കൊടുത്ത് ഫില്ല് ചെയ്ത് അവര് നല്ലപോലെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കണ്ടിട്ടാണ് രേണുസുതിക്ക് ഈ കരച്ചിൽ വന്നത്, വേറൊന്നുമല്ല. അപ്പം ഈ വീഡിയോയുടെയൊക്കെ റിയാക്ഷൻ ചാനലുകളുടെ അവിടെയൊക്കെ വന്ന ചില കമന്റുകൾ വയ്ക്കാൻ, ചാവടി 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 ചാവടി, നീ നീ ചത്തൊടുങ്ങിയാൽ ഈ ലോകം നന്നാവും, വംശനാശം സംഭവിക്കുമെന്ന് കേൾക്കുന്നുണ്ട്, അത് നീ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തോ ഒരു വൈരാഗ്യം പോലെയാ ജനങ്ങൾക്ക്. എന്തിനാണോ ഇത്രയും നെഗറ്റീവ് ഇട്ട് കൊടുത്തിട്ടാണ് ഇത്രയും ട്രെൻഡിങ് ആയിട്ട് നിൽക്കണമെന്ന് പറഞ്ഞ് ഓരോ കാര്യം. ഇപ്പം വീട് ചോരുന്നു, വെറുതെ അങ്ങ് ഒരാളെ കൊണ്ട് ചോദിപ്പിക്കുന്നു, ഒരാളെ കൊണ്ട് പറയിപ്പിക്കുന്നു, അതങ്ങ് വിവാദമാകുന്നു. അങ്ങനെ എല്ലാ കാര്യവും രേണുസുതി അറിഞ്ഞു പോയതാണ്. അതിന്റെയാണ് ഇങ്ങനെ ചാവട്ടെ ചാവട്ടെ എന്നൊക്കെ കേൾക്കുന്നത്. ഇങ്ങനെ കേൾക്കുമ്പോൾ വിഷമം തോന്നും, നമുക്ക് തന്നെ കേൾക്കുമ്പോൾ വിഷമം തോന്നും. ഇവരുടെ കരച്ചിൽ കണ്ടിട്ട് ചിരിയായിരുന്നു. ശരിയാ, ജനങ്ങളുടെ ഒരു അവസ്ഥ അതാണ്. കമന്റ് പല ജനങ്ങളും അങ്ങനെയും ഇവളെ കരയുന്ന കണ്ടിട്ട് പുച്ഛമാണ് തോന്നുന്നത്. ബട്ട് കിച്ചുവിന്റെ ലൈഫ് സ്റ്റോറി കണ്ടിട്ട് ശരിക്കും കരഞ്ഞുപോയി. അവനെ നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കൈകോർക്കാം സഹോദരങ്ങളെ. കരച്ചിൽ തന്നെ അഭിനയമാണ്. ഇനി ഒറിജിനലായിട്ട് കരഞ്ഞാലേ ഇതേ ജനം പറയുള്ളൂ. കിച്ചു ബാക്കി കൂടി പറയുമെന്ന് പേടിച്ച് നടത്തുന്ന പൊറാട്ട് നാടകം. ജനങ്ങൾക്ക് അതുപോലെയാണ്. ഇവളുടെ വീഡിയോ കണ്ട് ഫോൺ തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു. ആ കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ അറിയാം അതിന്റെ മനസ്സിൽ എന്തോ സങ്കടമുണ്ട്. ഈ രേണുസുതി കിച്ച് ഈ തിരക്കിന്റെ ഇടയിൽ ഋതപ്പനെ ശ്രദ്ധിക്കുന്നില്ലെന്നുള്ള ഒരു അഭിപ്രായം എനിക്കും ഉണ്ട്. ആ കൊച്ചു മൊബൈലിന് അഡിക്റ്റ് ആയി വരികയാണ്. ഇപ്പൊ കേരളത്തിൽ പുതിയതായിട്ട് കണ്ടുവരുന്ന ഒരു രീതി എങ്ങനെയാണെന്നറിയാം, മൊബൈലിന് അഡിക്റ്റ് ആയിട്ട് ഒരു 10ാം ക്ലാസ് ഒക്കെ എത്തുമ്പോഴത്തേന് പിള്ളേർ വിദ്യാഭ്യാസത്തിൽ നിന്നൊക്കെ അകന്ന്, ജീവിതത്തിൽ നിന്നൊക്കെ അകന്ന്, പിന്നെ തുടർന്ന് പഠിക്കുകയില്ല, ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഋതപ്പനെ ഇപ്പൊ അങ്ങനെയാ വളർത്തുന്നത്. നിക്കർ വിധവ ഇറങ്ങിയല്ലോ, നീ തുലഞ്ഞു പോകട്ടെ. എനിക്ക് ദേഷ്യം വന്നത് ഇവളുടെ ഡാൻസിന് മുഖത്ത് വരുത്തുന്ന ഭാവങ്ങൾ. പെറ്റതള്ള സൈക്കിളെന്നുള്ളതുണ്ട്. എന്താണേലും ഞാൻ നോക്കുമ്പോൾ, ഞാൻ ചില കമന്റ് ബോക്സ് ഒക്കെ നോക്കുമ്പോഴത്തേക്കിന് മിക്ക പേര് വിട്ട റിയാക്ഷൻ ചാനലിലെ കമന്റ് ബോക്സ് നോക്കുമ്പോൾ, പണ്ട് ഞാൻ ഈ രേണുസുതിയുടെ തുടക്കകാലത്ത് ഞാനും വീഡിയോ ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ആ കണ്ടന്റ് അങ്ങ് ഉപേക്ഷിച്ചാണ്. അപ്പം അന്നുള്ള പോലെയല്ല, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ വളരെ കുറഞ്ഞു പോകുന്നു.
പണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുമായിരുന്ന ആൾക്കാർ ഇങ്ങനെ ഒരു വിധവയായി അവരെങ്ങനെയും ജീവിക്കട്ടെ, നമുക്ക് ആർക്കും ചെലവിന് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, ഒരു നേരത്തെ ആഹാരം കൊടുക്കാതെ നമ്മളിരുന്ന് ഇങ്ങനെ പറയുന്നേ കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള കമന്റ് വരികയും ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നതായിട്ട്. പക്ഷെ ഇപ്പം യൂട്യൂബ് നോക്കുമ്പം ഇൻസ്റ്റയിലൊക്കെ കുറച്ചുകൂടെ സപ്പോർട്ടുണ്ട്, എന്നാൽ യൂട്യൂബ് നോക്കുമ്പോൾ കൂടുതലും ഹേറ്റ് കമന്റ് മാത്രമേ ഉള്ളൂ. ഫോൺ തുറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള രീതി, ഏതാണ്ട് ഒരു പൊതുശല്യമായ ഒരു സംഭവത്തിനെതിരെ ജനങ്ങൾ നിൽക്കുക, എല്ലാവരും കൂടെ സംഘടിച്ച് നിന്നാൽ എങ്ങനെ നിൽക്കും, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പോയിട്ടുണ്ട്. അവിടെ വരെ എത്തിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം രേണുസുതിക്ക് മാത്രമാണ്. ഒന്നാമതായിട്ട് ആരേലും വ്ളോഗേഴ്സ് എന്തെങ്കിലും ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടാൽ അതിന്റെ മറുപടി പറയാൻ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതിന്റെ മറുപടി പറയുമ്പോൾ അത് അവർക്ക് കൊടുക്കുന്ന ഒരു പ്രോത്സാഹനം. അവരെ 10 പേര് അറിയും, അപ്പൊ തന്നെ അവരെന്ത് തീരുമാനിക്കും, അടുത്ത വീഡിയോ അതിന്റെ മറുപടി ഇടും, അത് അവർക്ക് റീച്ച് കിട്ടും. അവരെ അങ്ങനെ റീച്ച് ആക്കി കൊടുത്തു. ഇത് ഈ ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, രേണുസുതി അത് ബുദ്ധിയോടെ ചെയ്യുന്ന കണ്ടന്റ് ഉണ്ടാക്കുന്നതാണ്. രേണുസുതിയുടെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു കണ്ടന്റ് ആക്കിയതാണത്. അങ്ങനെ എല്ലാ ബുദ്ധിക്കും നല്ലത് തന്നെ, പക്ഷെ അതിന്റെയൊക്കെ ഒരു മറുസൈഡ് ഉണ്ട്. അത് ചിലപ്പം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. ഇപ്പൊ ഏകദേശം അതിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് രേണുസുതി. ഇനിയാണേലും ഇതേപോലെ നെഗറ്റീവ് കണ്ടന്റിനെ കൂട്ടുപിടിക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.